അങ്ങനെ ഒരുപക്ഷെ ആ തിരുത്തൽ ജില്ലാ കമ്മിറ്റികളുടെ വികാരം, കീഴ്ഘടകങ്ങളുടെ വികാരമൊക്കെ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് അംഗീകരിക്കേണ്ടി വരും. അതിന് കാരണം എം വി ഗോവിന്ദൻ പറഞ്ഞതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടുണ്ടായിരുന്നു. ഭരണപരാജയത്തിന്റെ അല്ലെങ്കിൽ ക്ഷമിക്കണം, ശബരിമല സ്വർണ്ണ കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് അതും പല കാരണങ്ങളുണ്ട്, അതും ഒരു കാരണമായിരുന്നിരിക്കാം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായും എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞ അതേ കടുത്ത നിലപാട് ഇവിടെ തുടരാൻ സാധിക്കില്ല. സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കുമൊക്കെ വ്യത്യസ്ത നിലപാടുകളുണ്ട് എന്നതും ശരിയാണ്. ജില്ലാ കമ്മിറ്റികളിലേക്ക് പൊതുവികാരവും അതുതന്നെയാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട്, ന്യൂനപക്ഷ വോട്ടുകളുടെ UDF അനുകൂലമായ ഏകീകരണമുണ്ട്. അതിനൊപ്പം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും. ഈ വോട്ട് ചോദിച്ചു പോയ ആളുകൾക്കൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ ജില്ലാ കമ്മിറ്റികളിലൊക്കെ അവർ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് എം വി ഗോവിന്ദന്റെ ആദ്യത്തെ ഒരു വിലയിരുത്തൽ കാര്യങ്ങൾ ഒതുങ്ങിപ്പോകാൻ ഇടയില്ല. എം വി ഗോവിന്ദൻ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്താൻ തന്നെയാണത് പറഞ്ഞത്. പക്ഷേ ആദ്യപോലും ജനങ്ങളിലേക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണമായി CPM-ന് വിശദീകരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഘടകങ്ങൾ പറയുമ്പോൾ കീഴ്ഘടകങ്ങൾക്ക് അതിനേക്കാൾ ശക്തമായ വികാരമുണ്ടാകും. ബ്രാഞ്ച് തലങ്ങളിൽ വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ 22 ചോദ്യങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നതിന് ഉത്തരം തേടി 22 ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലി CPM നൽകിയിരുന്നു. അവിടെ നിന്നൊക്കെ സ്വാഭാവികമായും ഇതേ വികാരം തന്നെ ഉയർന്നു വരാം. ഭരണവിരുദ്ധ വികാരമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി എടുത്ത നടപടികളിലുള്ള അതൃപ്തിയുണ്ട്. ശബരിമലയിൽ സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്ന പൊതു വികാരമുണ്ട്. ഹൈക്കോടതി ഇടപെട്ടില്ലെങ്കിൽ ഇതുപോലും സംഭവിക്കുമായിരുന്നില്ല. എന്തുകൊണ്ട് പത്മകുമാറിനെ പോലെ കേസിൽ പ്രതിയായ ഒരു നേതാവിനെ ജയിലിൽ കിടക്കുന്നയാളെ ഇനിയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പുറത്താക്കാൻ തയ്യാറാകുന്ന ചോദ്യം CPM-ന് മുന്നിലുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ അടുപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ നടന്നിരുന്നു. 2021 ശേഷം എന്തുകൊണ്ട് അവർ അകന്നു പോകുന്നു? അകൽച്ച കൂട്ടുന്ന ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലേ? വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ, വെള്ളാപ്പള്ളി ഇനിയും തള്ളിപ്പറയാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കമുള്ള തിനിലപാടുകളൊക്കെ ഈ തിരിച്ചടി കാരണമായില്ലെന്ന ചോദ്യം CPM-ന് മുന്നിലുണ്ട്. വെറുമൊരു തെരഞ്ഞെടുപ്പ് അവലോകനമല്ല, അക്ഷരാർത്ഥ ഇഴകീറി പരിശോധന തന്നെയാകും നടക്കുക. ആ ചോദ്യാവലി അതുതന്നെ വ്യക്തമാക്കുന്നതാണ്. മാത്രവുമല്ല, ഇനി തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് മാറാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് സർക്കാരിനും മുന്നണിക്കും മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട പരിശോധനകൾ നടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പോറ്റിയെ കയറ്റിയ പാട്ടൊക്കെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായും കേസെടുക്കാനുള്ള ആവശ്യമൊക്കെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയൊക്കെ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് വേണ്ട എന്ന നിലപാടിലേക്ക് CPM എത്തുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അത് സ്വാഭാവികമായും പരാതി വരുമ്പോൾ കേസെടുക്കേണ്ടി വരും. പക്ഷേ സർക്കാർ നിലപാട് അതായിരുന്നില്ല. സർക്കാർ നിലപാട് തിരിച്ചറിഞ്ഞാണ് അവിടെ കേസ് വേണ്ട എന്ന നിലപാടിലേക്ക് മാറിയത്. അത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ ഇത് വലിയ രീതിയിൽ കീഴ്ഘടകങ്ങളിൽ തന്നെ വലിയ അതൃപ്തിയുണ്ട്, സാധാരണക്കാരിൽ അതൃപ്തിയുണ്ട്. വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം CPM ഭരിച്ച പഞ്ചായത്തുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാർട്ടി കോട്ടകളിൽ പോലും അടിപതറുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചുരുങ്ങിയത് പ്രാദേശിക വികാരങ്ങൾ ഉണ്ടാകാം. പ്രാദേശിക സർക്കാരുകളാണ്, തദ്ദേശ സ്ഥാപനങ്ങൾ, അവർക്കെതിരെയുള്ള വികാരങ്ങൾ ഉണ്ടാകാം. അതിനുമപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമുണ്ട്. പല കമ്മിറ്റികളിലും അഭിപ്രായം വന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോഴും ഈ ഒരു ഫലമെങ്കിലും ലഭിച്ചത് സർക്കാർ നൽകിയ ക്ഷേമ പെൻഷനുണ്ട്. നവംബർ പ്രഖ്യാപനമെന്ന് CPM ക്വസ്റ്റ്യനിയറിൽ വിശേഷിപ്പിക്കും പോലെ നവംബർ പ്രഖ്യാപനങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു നേട്ടമാണ്. ജനങ്ങളിലേക്ക് അത്രയധികം സഹായം എത്തിച്ചുകൊണ്ട് മാത്രമാണ് തിരിച്ചടി ഇതിൽ ഒതുങ്ങിപ്പോയതെന്ന് കരുതുന്നവരുമുണ്ട്. ജില്ലാ കമ്മിറ്റികൾ തന്നെയുണ്ട്. അത്തരത്തിൽ വിശദമായ ഒരു ചർച്ചയിലേക്ക് CPM കടക്കും. CPI-യും അടുത്ത ആഴ്ച അവലോകന യോഗങ്ങളിലേക്ക് പോവുകയാണ്. അതിനുശേഷം ജനുവരി ആദ്യ ആഴ്ചയിൽ ഇടതുമുന്നണി ചേരുന്നുണ്ട്. ഈ ആഴ്ചകൾ മാത്രമാണ് മുന്നണിക്ക് മുന്നിലുള്ളത്. തെറ്റുതിരുത്തലിന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ, ജനങ്ങളോട് തെറ്റേറ്റു പറയാനും ഒക്കെ വളരെ ചുരുങ്ങിയ സമയം. അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ച നടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള തങ്ങൾക്ക് തിരിച്ചടിയായില്ല എന്ന എം വി ഗോവിന്ദന്റെ സംസ്ഥാന സെക്രട്ടറിന് ശേഷമുള്ള ആ നിലപാടിൽ CPM ഉറച്ചു നിൽക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ജില്ലാ കമ്മിറ്റികളടക്കം ഉയർന്നുവരുന്ന ചർച്ചകൾ അതാണ് സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളന പ്രതികരണവും അതുതന്നെയാണ് സജിത്ത് സൂചിപ്പിക്കുന്നത്. യെസ്, അരുൺ സൂചിപ്പിച്ചതുപോലെയാണ്. എന്തായാലും ജില്ലാ നേതൃത്വങ്ങൾ, അതായത് പ്രവർത്തകർ പങ്കെടുത്ത ആ ക്യാമ്പയിന് ശേഷം അവരുടെ വികാരം, അത് സംസ്ഥാന നേതൃത്വത്തെ തള്ളിക്കൊണ്ടുള്ള അവരുടെ നിലപാട് ഒടുവിൽ CPM നേതൃത്വത്തെ തിരുത്തപ്പെടുമോ എന്ന ചോദ്യമാണ്. അരുണ് ദയവായി തുടരുക. നമുക്ക് ചില സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തോറ്റതെങ്ങനെ എന്നത് സംബന്ധിച്ച CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും നിലപാടുകൾ തമ്മിൽ ചില വിരുദ്ധത ഉണ്ട്, ഭിന്നതയുണ്ട്. അത് സംസ്ഥാന നേതാക്കൾ ആദ്യ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വിശദീകരിച്ച ചില രീതികളാണ്. പക്ഷേ ഇനി ജില്ലകളിൽ ചർച്ച നടക്കട്ടെ എന്നതായിരുന്നു CPM-ന്റെ നിലപാട്. എന്നാൽ
എന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് CPM ഇക്കാര്യത്തിൽ പറഞ്ഞത്, സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്തായിരുന്നു എന്ന കാര്യം കൂടി നോക്കാം. ആദ്യത്തെ നിലപാട് എന്തായിരുന്നു? മറ്റൊന്നുമല്ല, നോക്കൂ, ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല, ഭരണവിരുദ്ധ വികാരമില്ല. അതായത് രണ്ട് പ്രധാനപ്പെട്ട ഫോക്കസുകളാണ്. ഒന്ന്, ശബരിമല തിരിച്ചടിച്ചു, അതാണ് ഇത്ര വലിയ തോൽവി ഉണ്ടാക്കിയത്. രണ്ട്, ഭരണവിരുദ്ധ വികാരം. ഈ രണ്ട് സാഹചര്യങ്ങളും ചേരുമ്പോൾ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു വികാരമുണ്ടാവുകയും അത് UDF നേട്ടമാക്കുകയും ചെയ്തു. ഇതാണ് പൊതുവിലുണ്ടായിരിക്കുന്ന വിലയിരുത്തൽ. പക്ഷേ ഈ രണ്ട് സാഹചര്യങ്ങളും പൊതുവിൽ CPM സംസ്ഥാന നേതൃത്വം പരസ്യമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതായത് ശബരിമല പ്രതിഫലിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ, ശബരിമല സ്വർണ്ണമോഷണ വിവാദങ്ങളൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല. അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല. ഇതാണ് ഔദ്യോഗികമായി പരസ്യമായി പുറത്തേക്ക് നേതാക്കളിലൂടെ, പ്രത്യേകിച്ച് MV ഗോവിന്ദൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്ന കാര്യം. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. സർക്കാർ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനായില്ല. ഇതാണ് CPM ഉന്നയിക്കുന്ന മറ്റൊരു വാദം. അതായത് സർക്കാരിന് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ നേട്ടങ്ങളൊന്നും വേണ്ടത്ര ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിയില്ല. തോറ്റതെങ്ങനെയെന്നതിൽ CPMൻ്റെ ഇതുവരെയുള്ള ഒരു ഔദ്യോഗിക നിലപാടാണ് ഇക്കാര്യത്തിൽ CPM സ്വീകരിച്ചിരിക്കുന്നത്. അത് CPMൻ്റെ ഒരു പൊതുധാരണയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഭിന്ന നിലപാടാണ്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വാർത്താ സമ്മേളനത്തിൽ പല കാരണങ്ങളിൽ ഒന്ന് ശബരിമലമേ ആവാം എന്ന കാര്യമെങ്കിലും മുഖ്യമന്ത്രിയെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിലും MV ഗോവിന്ദൻ അത് ഇതുവരെയും പരസ്യമായി പറഞ്ഞിട്ടില്ല. മുൻകാലങ്ങളിൽ ഉണ്ടാവാത്ത തരത്തിൽ നേതൃതലത്തിലുള്ള ഒരു ഭിന്നതയാണോ, അതല്ലെങ്കിൽ പൊതുവിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ രണ്ടുപേരും ഉപയോഗിച്ച നയതന്ത്രം പാളിയതാണോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അത് ഇനി ഈ 2 ദിവസത്തെ യോഗത്തിന് ശേഷം ഔദ്യോഗികമായി CPM ഇക്കാര്യം വിശദീകരിക്കും. സ്വാഭാവികമായി നമുക്കതിന് പ്രതീക്ഷിക്കാം. സർക്കാർ നേട്ടങ്ങൾ വേണ്ടത്ര രീതിയിൽ എത്തിക്കാനായില്ല എന്ന് പറയുമ്പോൾ അത് സംഘടനാ തലത്തിലുള്ള ദൗർബല്യമല്ലേ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതിനും CPM വിശദീകരണം നടത്തേണ്ടി വരും. മറ്റൊരു കാര്യം എന്താണ് CPMൻ്റെ നിലപാട്? BJPയും UDFും തമ്മിൽ പലയിടത്തും ഒത്തുകളി ഉണ്ടായി. ആ ധാരണ പലയിടത്തും തിരിച്ചടി ഉണ്ടാക്കി എന്നതാണ്. എല്ലാ കാലങ്ങളിലും തിരിച്ചടി ഉണ്ടാവുന്ന ഘട്ടങ്ങളിലൊക്കെ CPM പൊതുവിൽ പറയാറുള്ള ഒരു ന്യായമാണ് BJP UDF ഒത്തുകളി, BJP കോൺഗ്രസ് ഒത്തുകളി ഉണ്ടാവുന്നു. കോലിബി സഖ്യം ആരോപണമൊക്കെ മുമ്പും കണ്ടതാണ്. സമാനമായ ചില ഒത്തുകളികളൊക്കെ പ്രാദേശിക തലത്തിൽ ഇത്തവണയും ഉണ്ടായിരുന്നു. അത് തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയതാണെന്നാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. ഓർക്കുക, ഇത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തൊട്ട് പിന്നാലെ നടത്തിയ ചില വിലയിരുത്തലുകളും നീക്കങ്ങളുമാണ്. പക്ഷേ അതിനപ്പുറം ആഴേത്തട്ടിൽ ഇഴകീറിയുള്ള പരിശോധന, അരുൺ സൂചിപ്പിച്ചതുപോലെ ആ ചോദ്യാവലി വളരെ പ്രധാനപ്പെട്ടതാണ്. നവംബർ പ്രഖ്യാപനങ്ങളൊക്കെ എന്നതടക്കം പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അത്തരത്തിലുള്ളൊരു പരിശോധന CPM നടത്തുന്നുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ തീരുമാനം മാറ്റിയേക്കാം എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി മുന്നിലുണ്ട്. ഇനി നമ്മൾക്ക് നോക്കേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റികളുടെ ഇതുവരെയുള്ള നിലപാടാണ്. കാരണം സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടിന് ശേഷമാണ് 14 ജില്ലാ കമ്മിറ്റികളും ഈ വിഷയത്തിൽ ചർച്ച നടത്തി അവരുടെ ഒരു റിപ്പോർട്ടിംഗ് മുകളിലേക്ക് നടന്നിട്ടുണ്ട്, റിപ്പോർട്ട് മുകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റികളുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്ന കാര്യം കൂടി പ്രസക്തമാണ്. നോക്കൂ, ശബരിമല സ്വർണ്ണ മോഷണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് ജില്ലാ കമ്മിറ്റികൾ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. പ്രാദേശിക തലത്തിൽ അത് വലിയ തരത്തിലുള്ള വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രചരണ ഘട്ടത്തിൽ തന്നെ അത് പ്രകടമായിരുന്നു. അതുകൊണ്ട് ശക്തമായ സാഹചര്യത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അവർ വിലയിരുത്തുന്ന ഒരു കാര്യം. മറ്റൊരു കാരണം, ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന സാഹചര്യമാണ്. നോക്കൂ, ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട്. അത് നേതൃതലത്തിലും പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ ജില്ലാ കമ്മിറ്റികളുടെ വീഴ്ചയായി സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഇങ്ങനെയുണ്ട് എന്ന കാര്യം അംഗീകരിക്കപ്പെടാനോ അത് മുന്നിൽ കാണാനോ കഴിഞ്ഞില്ല എന്നതുകൂടിയാവാം പ്രാദേശിക തലത്തിൽ ആ തരത്തിലുള്ളൊരു അഭിപ്രായം ഉണ്ടായതിന് കാരണം. മറ്റൊരു കാര്യമുണ്ടായത് പത്മകുമാറിനെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യമാണ്. അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയൊരു ചോദ്യമാണ്. CPM ജില്ലാ ഘടകങ്ങൾ തന്നെ പങ്കുവെച്ച ഒരു വികാരമാണ്. പത്മകുമാർ എന്ന CPMൻ്റെ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹത്തിനെതിരെ ഇത്ര വലിയ ഗുരുതരമായ ആരോപണം ഉയർന്നുകൊണ്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഒരുപക്ഷെ ആ നടപടി പത്മകുമാറിനെതിരെ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ അല്പം കൂടി ഭേദപ്പെട്ട പ്രകടനവും വിശദീകരണവും നടത്താൻ കഴിയുമായിരുന്നു. ശബരിമല